ഹായ് ഫ്രണ്ട്സ്, ടെക്ജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് എല്ലാം സ്മാർട്ട് ആവുകയാണ്. പഴയകാല ഫോണുകളിൽ നിന്ന് മാറി പുതിയ കാല സ്മാർട്ട് ഫോണുകളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അതുപോലെ തന്നെ പഴയകാല ടി വികളിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ സ്മാർട്ട് ടി വികളുടെ ഒരു യുഗമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഡിവൈസ് പരിചയപ്പെടുത്താൻ പോകുന്നത്. വിപ്രോ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു സ്മാർട്ട് ബൾബിനെ പറ്റിയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ വിപ്രോ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഫൈൽ ഒന്ന് നോക്കാം. നമുക്കറിയാം, 1990 തൊട്ട് ഏകദേശം 2005 വരെ നമ്മുടെ വീടുകളിൽ യൂസ് ചെയ്തിരുന്ന ബൾബ് ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ബൾബായിരുന്നു. അന്ന് മെയിനായിട്ട് ഈ ബൾബ് പുറത്തിറക്കുന്ന രണ്ട് കമ്പനികൾ എന്ന് പറയുന്നത് ഒന്ന് ഫിലിപ്സും ഒന്ന് വിപ്രോയുമായിരുന്നു. അതിനുശേഷമാണ് CFLും ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന LED ബൾബുകളിലോട്ടും നമ്മൾ എത്തിയത്. 1940കളിൽ ഒരു ഓയിൽ ക്രഷിംഗ് യൂണിറ്റ് സ്ഥാപിച്ചുകൊണ്ടാണ് വിപ്രോ എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം 1980 കാലഘട്ടങ്ങളിലോട്ട് എത്തിയപ്പം അവരുടെ പ്രധാന ടേണിംഗ് പോയിന്റ് ആയത് സന്തൂർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. അതായത് നമ്മൾ ഇന്ന് തേച്ച് കുളിക്കുന്ന പല സോപ്പുകളും സന്തൂറിൻ്റെ സോപ്പുകളാണ്. അതിനുശേഷമാണ് 1990 ലൈറ്റിംഗ് ബ്രാൻഡ് അവർ പുറത്തിറക്കുന്നത്. അതിൽ പെട്ടതാണ് ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു ബൾബെല്ലാം. ഇപ്പം 2020 കാലഘട്ടങ്ങളിലോട്ട് എത്തിയപ്പം ഏകദേശം 18 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു കമ്പനിയാണ് വിപ്രോ എന്ന് പറയുന്നത്. എൻചാൻഡർ, യാഡ്ലി അങ്ങനെ തുടങ്ങി നിരവധി ഇന്റർനാഷണൽ ബ്രാൻഡുകൾ അവരിപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഈ ബൾബിന്റെ റിവ്യൂയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് വിപ്രോ ഗാർനെറ്റ് എന്ന് പറയുന്ന സ്മാർട്ട് ബൾബിന്റെ ബോക്സ് വരുന്നത്. ഒരു 9 വോൾട്ട് ബൾബാണ് ഇത്. അപ്പം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് വരുന്നത്. ഇതിന്റെ ഫ്രണ്ടിൽ വിപ്രോ ഗാർനെറ്റ് എന്നുള്ള ഒരു ലോഗോയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ LED ബൾബാണെന്നുള്ളൊരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. വൈഫൈ ഉണ്ടെന്നുള്ള ഒരു സിമ്പിളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ 16 മില്യൺ RGB ലൈറ്റ്സ് ആണ് ഇതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് കളറും ഉണ്ട്. വൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ വാം വൈറ്റ് ടു കൂൾ വൈറ്റിലോട്ട് മാറ്റാനുള്ള ഒരു ഫീച്ചറൊക്കെ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ അലക്സ വോയിസ് കൺട്രോൾ ഉണ്ടെന്നുണ്ട്. അതായത് ഇത് ആമസോണിലാണ് ഇത് സെല്ല് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അലക്സ വോയിസ് കൺട്രോളിന്റെ കാര്യം മാത്രമേ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഗൂഗിൾ അസിസ്റ്റന്റും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഷെഡ്യൂൾ ടൈമർ, അതായത് നമുക്ക് ടൈം ഷെഡ്യൂൾ സെറ്റ് ചെയ്ത് നമുക്ക് ബൾബ് വർക്ക് ചെയ്യിക്കാൻ സാധിക്കും. അതുപോലെ ഇതിന്റെ പുറകിൽ കുറച്ച് ഇതിന്റെ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്തെ സൈഡ് നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് അലക്സയായിട്ട് കണക്ട് ചെയ്യുന്നുള്ളതാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇത്രയാണ് ഈ ബോക്സിന്റെ പുറത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കുവാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള പാക്കിംഗ് ആണ്. ഇതാണ് നമ്മുടെ ബൾബ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ പിന്നെ വരുന്ന ഒരു യൂസർ മാനുവൽ ആണ്. ഏതാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ആപ്പ് എന്നൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബൾബ് വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ വീട്ടിൽ നിർബന്ധമായിട്ടും ഒരു വൈഫൈ ഹോട്ട്സ്പോട്ട് കണക്ഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു സ്മാർട്ട് ഫോണും ആവശ്യമാണ്. ഇപ്പോൾ നമുക്ക് വൈഫൈ ഹോട്ട്സ്പോട്ട് കണക്ഷൻ വീട്ടിലില്ലെങ്കിൽ നമുക്ക് മൊബൈലിലെ വൈഫൈ ഹോട്ട്സ്പോട്ട് കണക്ഷനും യൂസ് ചെയ്യാം. ഇതില്ലെങ്കിൽ നമുക്ക് ഈ ബൾബ് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുകയില്ല. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ബൾബ് സ്മാർട്ട് ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ഫോണിനകത്ത് ഈ വിപ്രോയുടെ ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവാം. എന്നിട്ട് അവിടെ വിപ്രോ എന്നടിച്ച് കഴിയുമ്പം നമുക്ക് വിപ്രോ നെസ്റ്റ് സ്മാർട്ട് ഹോം എന്ന് പറയുന്ന ഒരു ആപ്പ് കാണിക്കും. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മളത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ആപ്പ് നമ്മൾ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ
രജിസ്റ്റർ ചെയ്യണം. അക്കൗണ്ടായിട്ട് നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്താലേ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ആപ്പ് തുറന്നു വന്നിട്ടുണ്ട്. ഇതിനകത്ത് എങ്ങനെ ആഡ് ഡിവൈസ് കൊടുക്കുന്നു നോക്കാം. അതിനു മുമ്പ് നമ്മൾ നമ്മുടെ ബൾബ് ഹോൾഡറുമായിട്ട് കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ചെയ്തിട്ടിരിക്കണം. ഇങ്ങനെ ബൾബ് സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ആഡ് ഡിവൈസ് എന്ന് കൊടുക്കുക. അപ്പം നമുക്ക് അതിനകത്ത് കുറച്ച് ഓപ്ഷൻസും കാണാൻ സാധിക്കും. അതിനകത്ത് ലൈറ്റിംഗ് വൈഫൈ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അന്നേരം നമ്മൾ അതിനകത്ത് കുറച്ച് സ്റ്റെപ്പ് കാണും. അതായത് നമ്മൾ ആദ്യം പവർ ഓൺ ചെയ്യണം, പിന്നെ 3 തവണ ഓഫാക്കി ഓൺ ആക്കണം. എന്നാൽ ഈ ബൾബ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. അപ്പോഴാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കങ്ങനെ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബൾബ് ബ്ലിങ്ക് ചെയ്ത് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. ഇതിന് ശേഷം നമ്മൾ കൺഫേം കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന വൈഫൈ നെറ്റ്വർക്കിൻ്റെ നെയിം അവിടെ കാണാൻ സാധിക്കും. അതിൽ പാസ്വേഡ് കൊടുക്കുക. അങ്ങനെ നമ്മൾ പാസ്വേഡ് കൊടുത്ത് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വൈഫൈ റൗട്ടറും മൊബൈൽ ഫോണും ഡിവൈസും പരമാവധി അടുത്തായിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ ബൾബ് സക്സസ്ഫുള്ളി ആഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഡൺ കൊടുക്കാം. അപ്പോൾ നമുക്ക് വേറൊരു വിൻഡോയിലോട്ട് ബൾബിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കളർ വൈറ്റ് കളറാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാൻ സാധിക്കുക കളർ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്. വൈറ്റിൽ നിന്ന് വാം വൈറ്റിലോട്ടാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഇനി നമുക്കത് കളർ സെക്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല കളറുകൾ നമുക്കിങ്ങനെ മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കുന്നുണ്ട് കളറൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ പല സീനിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. നൈറ്റ്, റീഡ്, വർക്കിംഗ്, അങ്ങനെ കുറേ ഇൻബിൽട്ട് സീൻസ് ഇതിനകത്തുണ്ട്. അത് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിവിടെ കളർ മാറും. അതുപോലെ തന്നെ ഈ ബൾബിൽ മറ്റ് 2 ഫീച്ചേഴ്സും കൂടിയുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം പറയാനുള്ളത് ഷെഡ്യൂളിംഗ് ആണ്, പിന്നെ ലെഫ്റ്റ് ടൈം. ഇങ്ങനെ 2 ഫീച്ചേഴ്സാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിലാദ്യം നമുക്ക് ലെഫ്റ്റ് ടൈം എങ്ങനെയാണെന്ന് നോക്കാം. ഈ ലെഫ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ബൾബ് ഓൺ ആയിട്ട് കഴിഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞ് ഓഫ് ആവണം എന്ന് സെറ്റ് ചെയ്ത ആണ് ലെഫ്റ്റ് ടൈം എന്ന് പറയുന്നത്. അത് നമുക്ക് ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. ഇനി രണ്ടാമത് പറയാനുള്ളത് ഷെഡ്യൂളാണ്. എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം, അതായത് നമുക്ക് എപ്പം ഓണായി എപ്പം ഓഫ് ആവണം എന്നുള്ളതാണ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ആദ്യം നമ്മളൊരു സമയം കൊടുത്ത് സ്വിച്ച് ഓൺ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ കൊടുത്തിട്ട് സേവ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ സമയമാകുമ്പോൾ ബൾബ് ഓട്ടോമാറ്റിക് സ്വിച്ച് ഓൺ ആവും. ഇനി അടുത്ത് ആഡ് ഷെഡ്യൂൾ കൊടുക്കുക വീണ്ടും. എന്നിട്ട് നമുക്ക് വേറൊരു സമയം കൊടുത്ത് സ്വിച്ച് ഓഫ് എന്ന് പറയുന്ന പൊസിഷനിലോട്ട് കൊടുത്ത് ഡൺ എന്ന് കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്യുക. ഇപ്പം നമുക്ക് 9:09 AM ബൾബ് ഓണായി, 11:11 AM ബൾബ് ഓഫ് ആവും. ഇങ്ങനെയാണ് ഷെഡ്യൂളിങ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബൾബിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ പ്രൈസ് ആണ് പറയാനുള്ളത്. 9 വോൾട്ട് ബൾബിന് 699 രൂപയും 12 വോൾട്ട് ബൾബിന് 899 രൂപയുമാണ് ആമസോണിൽ മാത്രമേ ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ട് ഉള്ളൂ. അതുപോലെ തന്നെ ഞാൻ അടുത്ത വീഡിയോയിൽ ഈ ബൾബ് എങ്ങനെ ഗൂഗിൾ അസിസ്റ്റന്റുമായിട്ട് കണക്ട് ചെയ്യാം എന്നുള്ളത് കാണിക്കുന്നതായിരിക്കും.
അതിന് ആദ്യം ഈ ഗൂഗിൾ നെസ്റ്റ് മിനി എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ആവശ്യമാണ് നമുക്ക്. അപ്പൊ ഇതിന്റെ റിവ്യൂ അതുപോലെ ഈ ബൾബ് എങ്ങനെ ഇതുമായിട്ട് കണക്ട് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിന് തൊട്ടിപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ദിസ് ഈസ് ജിഷ്ണു ഫ്രം ടെക് ജെ.